ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഈ ട്രിക്കി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എ ബോഡി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് L meter along a semicircular path. Calculate the magnitude of displacement. First question, ratio of distance to the displacement. Second question. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെമി സർക്കുലർ പാത്ത് ആണ്. എ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിലേക്ക് എത്തി. സോ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഇവിടെ റേഡിയസ് R ആണെങ്കിൽ ഈ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വേറെ ഒന്നുമല്ല, ഇനീഷ്യലിന്റെയും ഫൈനലിന്റെയും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എന്താണ്, ഡയമീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് R പ്ലസ് R വിൽ ബി ഈക്വൽ ടു 2R ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ L ആണ്. L എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിന്റെ പെരിമീറ്റർ ആണ്, അത് വേറെ ഒന്നുമല്ല πr ആണ്. അപ്പൊ നമുക്കിവിടെ R കിട്ടി, L ഡിവൈഡഡ് ബൈ പൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ടു ദി ഡിസ്റ്റൻസ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം 2R ആണ്. R ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എന്ത് കിട്ടി, L ബൈ പൈ. സോ L ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു L ഡിവൈഡഡ് ബൈ പൈ. ഈ പൈ മേലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, π/2 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ ഇത്?